ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം ആദ്യ ശനിയാഴ്ച കൂടിയായ 3-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. മിക്സഡ് അഭിപ്രായം പൊതുവെ നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള കടനായി സിനിമയ്ക്ക് നേടിയെടുക്കാനായത് 5,69,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,06,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 7,75,00,000 രൂപയാണ്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 29 കോടിക്ക് മുകളിൽ നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 16,45,00,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ തമിഴ്നാട് കളക്ഷൻ 45 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കർണാടകയിൽ ആദ്യ ദിവസം 11,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 3,11,00,000 രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 14,60,00,000 റേഞ്ചിലാണ് ഈ സിനിമ കർണാടകയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തെലുങ്ക് കളക്ഷനായി ആദ്യ ദിവസം 4,20,00,000 സ്വന്തമാക്കിയ ഈ സിനിമയ്ക്ക് ഇന്നലെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 1,47,00,000 രൂപയാണ്. അങ്ങനെ 5,68,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് തെലുങ്ക് കളക്ഷനായി സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഹിന്ദി മേഖല ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് 2,22,00,000 രൂപയാണ്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വെള്ളിയാഴ്ച 25,32,00,000 രൂപയാണ് ജനനായകൻ സ്വന്തമാക്കിയത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 78-79 കോടി റേഞ്ചിലാണ്. 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട് സാഗനിക്കിന്റെ ഡാറ്റ പ്രകാരം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 112,50,00,000 രൂപയും മറ്റ് ചില ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 115 കോടി രൂപയുമാണ്. ഇനി 3-ാം ദിവസമായ ശനിയാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിലേക്ക് വന്നാൽ 2-ാം ദിവസമായ വെള്ളിയാഴ്ചയെ അപേക്ഷിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രീസെയിൽ കൂടിയിട്ടുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 75 ലക്ഷമായിരുന്നുവെങ്കിൽ ഇന്ന് ശനിയാഴ്ച 94 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്നലെ പ്രീസെയിലായി നേടിയെടുത്തിരുന്നത് 9,38,00,000 രൂപയായിരുന്നു. ഇന്ന് ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 12,47,00,000 രൂപ പ്രീസെയിലായി കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയും മികച്ച കളക്ഷൻ തമിഴ്നാട്ടിൽ ഈ സിനിമ സ്വന്തമാക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. വമ്പൻ തരംഗമായി മുന്നോട്ട് പോകുന്ന ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രം ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 7,70,00,000 രൂപയാണ്. കർണാടകയിൽ നിന്ന് 20,93,00,000 രൂപയും തെലങ്കാനയിൽ 12,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 123,83,00,000 രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് ഷെയറായി 55,46,00,000 രൂപ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി $364 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ജൂലൈ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാപാരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 4,40,00,000 രൂപയും ഗ്രോസായി 5,06,00,000 രൂപയും കളക്ട് ചെയ്തിരുന്നു. വിദേശത്ത് 2,50,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 7,56,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 2-ാം ദിവസം കൂടിയായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 10,000-11,000 ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വെള്ളിയാഴ്ച 2 മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു. MA നിഷാദ് സംവിധാനം ചെയ്ത ലർക്ക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രത്തിൽ സൈജു കുറുപ്പ്, അജു വർഗീസ്, അനുമോൾ, MA നിഷാദ്, മഞ്ജു പിള്ള, അലക്സാണ്ടർ പ്രശാന്ത് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,80,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ തിയേറ്ററിലെത്തിയ 2-ാമത്തെ മലയാള സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ചാരു വാഗൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ ഷൺമുഖൻ, ശരത് ബാബു, അഖിൽ ഷാ, ആൻ മരിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 10 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 സിനിമകളുടെയും വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിട്ടില്ല. ഭൂതം ഭയം എന്ന കോമഡി ഹൊറർ ത്രില്ലർ സിനിമ ഇന്നലെ ജൂലൈ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. രാമചന്ദ്ര ഗാംഗർ സംവിധാനം ചെയ്ത ഈ മറാഠി സിനിമയുടെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ആദ്യ ദിവസം 28,50,000 കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 28,70,000 രൂപയാണ്. 14,29,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ക് നാമ എന്ന പഞ്ചാബി സിനിമ ഇന്നലെ ജൂലൈ 24 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. അരവിന്ദ് ഖൈര സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷഹനാസ് ഗീൽ, അരവിന്ദർ കൗർ, ജയ് രന്ധാവ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ പഞ്ചാബിൽ നിന്ന് 69,50,000 രൂപയും ഹരിയാനയിൽ 11 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ദില്ലിയിൽ 9 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 12,50,000 ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 1,02,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കരവാലി എന്ന കന്നഡ സിനിമ ഇന്നലെ ജൂലൈ 24 വെള്ളിയാഴ്ച റിലീസ് ചെയ്തിരുന്നു. ഗുരുദത്ത ഗാനിക സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രജ്വൽ ദേവരാജ്, രാജ്ബി ഷെട്ടി, മിത്ര എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. കർണാടകയിൽ മാത്രം റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് 79 ലക്ഷം രൂപ ഫസ്റ്റ് ഡേ ഓപ്പണിംഗായി നേടിയെടുക്കാനായിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി 38 ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.